ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്താണ് നീ കാണിച്ചത്? ഇവൻ മനുഷ്യനല്ല, പക മൂത്ത് കിടക്കുന്നിട്ട് മൂർഖനാണെന്ന കാര്യം ചേട്ടൻ അറിഞ്ഞൂടെ? ശരിയാക്കി തരടാ. ഇവന്റെ വൺമാൻ ഷോ ആയിരുന്നല്ലോ ഇതിന്റെ അകത്ത്. അതിനുള്ള സമ്മാനം കൊടുത്തല്ലേ പറ്റൂ. അല്ല, ഇനിയിപ്പോ എന്താണ് അടുത്ത കലാപരിപാടി? ഇനി ഓണത്തല്ലെന്ന ഐറ്റം. ഓ, ഓണമായി കഴിഞ്ഞാൽ ഓണത്തിനുള്ള കലാപരിപാടി നിർബന്ധമായിട്ട് വേണം. ഈ പില്ലോ ഉണ്ടോ? ഈ പില്ലോ കൊണ്ട് അന്യോന്യം അടിക്കണം. കൂടുതൽ അടിക്കുന്നവൻ ജയിക്കും. അടിക്കാൻ പറ്റാതെ വീഴുന്നവൻ തോക്കും. കൊള്ളാലോ. ഇവൻ ഈ കളി കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നേ? അപ്പോ ഓണത്തല്ല് കലാപരിപാടി തുടങ്ങാം. പിന്നെ ഈ മത്സരം ആണുങ്ങൾ തമ്മില. ആരാണ് എന്റെ കൂടെ മത്സരിക്കാൻ തയ്യാറാവുന്നേ? ജയൻ മാവേലി ആയിപ്പോയി. അല്ലെങ്കിൽ പിന്നെ ഇയാളെ വിളിക്കായിരുന്നു. ഈ കളിയിൽ എന്നോട് മത്സരിക്കാൻ രാജുവിന് പേടിയായിരിക്കും. രാജുവിന് അതിനുള്ള ധൈര്യമൊന്നുമില്ല. എന്നോട് മത്സരിച്ച ഉറപ്പായും തോറ്റുപോന്ന് രാജുവിന് അറിയാം. ഞാൻ ദീപക്കിനോട് മത്സരിക്കാൻ ഒരുക്കുക. തോൽക്കാനല്ല, ജയിക്കാൻ. രാജു വേണ്ട, അവൻ ചതിയനാ, ചതിക്കും. അവന്റെ ചതി എന്താണെന്ന് അറിയണല്ലോ മാഡം. വെല്ലുവിളിയല്ലേ, ഏറ്റെടുക്കാം. ഇന്ന് നിന്റെ രാജുവിന്റെ കഥ ഞാൻ കഴിക്കോടി. നീ കണ്ടോ? കുഴപ്പമുണ്ട്. ആ ദീപക് ചതിയനാ. രാജുവിന്റെ അടുത്ത് അവന്റെ ചതിയൊന്നും നടക്കില്ല. എന്റെ മോള് സമാധാനായിട്ടിരുന്നു. ഇതുകൊണ്ടായി ചെറുക്കൻ എന്റെ മകനെ തല്ലിയത്. എന്താണ് നീ കാണിച്ചത്? ഇവൻ മനുഷ്യനല്ല, പക മൂത്ത് കിടക്കുന്നിട്ട് മൂർഖനാണെന്ന കാര്യം ചേട്ടൻ അറിഞ്ഞൂടെ?
നല്ലൊരു ദിവസം പക വീട്ടാൻ ഉപയോഗിച്ചോടാ ദ്രോഹി. ഇനി ഇതിനകത്ത് കിടന്ന് കളിച്ചാ ഒന്നോളയും നിന്നെ. ഇതൊന്നും ഞാൻ അനുഭവിച്ചിരുന്നു നീ കരുതണ്ട. നാട്ടിൽ ഇത്തരം ആക്രമണമൊന്നും ഞാൻ അനുവദിക്കുന്നില്ല. പിന്നെയല്ലേ ഈ വീട്ടില്. എത്ര തല്ലിയാലും ഈ ചെറുക്കൻ നന്നാവില്ല. അത്ര സ്വഭാവ വൈകൃതമുള്ളവനായിപ്പോയി ഇവൻ. ഇവന് മാനസിക രോഗം ഉണ്ടോന്ന് പരിശോധിക്കണം. ചില സൈക്കോകളെ എങ്ങനെ കാട്ടാറുള്ളൂ. വീട്ടിലിതൊക്കെ ചെയ്യുന്നവൻ നാട്ടിലിറങ്ങിയാ പിന്നെ എന്തൊക്കെ ചെയ്യും? പിന്നെ നാട്ടുകാര് കൈകാര്യം ചെയ്തോളും. എന്തായാലും ഇപ്പോ എന്റെ സാന്നിധ്യത്തിൽ വെച്ച് നടന്ന ഈ മര്യാദകേട് എനിക്ക് സഹിക്കാനും ക്ഷമിക്കാനും പറ്റില്ല. അതിന് നീ രാജുവിനോട് മാപ്പ് ചോദിച്ചേ പറ്റൂ. അതൊന്നും വേണ്ട സാറേ. ദീപകിനോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. അത് നിന്റെ നല്ല മനസ്സ്. പക്ഷേ ഞങ്ങളുടെ മനസ്സ് ശാന്തമാണെങ്കിൽ ഇവൻ മാപ്പ് പറഞ്ഞേ പറ്റൂ. മാപ്പോടെ രാജുവിനോട്. മാപ്പ് ചോദിക്കട രാജുവിനോട്. പ്രതാപം പറഞ്ഞു കേട്ടില്ലേ? മാപ്പ് ചോദിക്കാൻ. മേഡം അതൊന്നും വേണ്ട. വേണം രാജു. എന്നോട് ക്ഷമിക്കണം. മാപ്പ്. അപ്പോ ഞങ്ങൾ ഇറങ്ങട്ടെ സാർ. വളരെ സന്തോഷം. അങ്ങനെ എല്ലാവർക്കും കൂടി ഈ ഓണം ഒരുമിച്ച് കൂടാൻ പറ്റി. പോട്ടെ മാഡം. സന്തോഷായിട്ട് പോയിട്ട് വാ. ശരി.